ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അഹമ്മദാബാദിൻ്റെയും ബാംഗ്ലൂരിൻ്റെയും നിക്നെയിംസ് നമുക്ക് ഒരിക്കലും മറക്കാത്ത രീതിയിൽ ഒരു കോഡിലൂടെ പഠിക്കാം. കോഡ് വഴി പഠിക്കുന്ന ഒരു കാര്യവും നമ്മൾ മറക്കില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇന്ത്യൻ സിറ്റിയാണ് അഹമ്മദാബാദ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളും കാണുക. അപ്പോൾ അഹമ്മദാബാദ് അറിയപ്പെടുന്ന നിക്നെയിംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബോസ്റ്റൺ ഓഫ് ഇന്ത്യ, ഡെനീം സിറ്റി ഓഫ് ഇന്ത്യ, മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ. എന്തുകൊണ്ട് ഇങ്ങനെ അറിയപ്പെടുന്നു എന്നുകൂടി നമുക്ക് നോക്കാം. ഡെനീം സിറ്റി ഓഫ് ഇന്ത്യ എന്ന് അഹമ്മദാബാദിനെ വിളിക്കുന്നതിനുള്ള കാരണം ഇവിടെ നിരവധി ഡെനീം തുണി നിർമ്മാണ ടെക്സ്റ്റൈൽ ഫാക്ടറികൾ ഉള്ളതുകൊണ്ടാണ്. ഇന്ത്യയിലെ വലിയൊരു ശതമാനം ഡെനീം ഫാബ്രിക്കും ഉൽപ്പാദനം ഇവിടെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് അഹമ്മദാബാദിനെ ഡെനീം സിറ്റി ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. ബോസ്റ്റൺ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്നതിനുള്ള കാരണം അമേരിക്കയിലെ ബോസ്റ്റൺ പോലെ തന്നെ വിദ്യാഭ്യാസവും സംസ്കാരവും വികസിച്ച നഗരം ആയതുകൊണ്ടാണ്. നിരവധി പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവിടെ ഉണ്ട്. ഇന്ത്യയുടെ ചരിത്രപ്രധാനമായ നഗരമാണ് അഹമ്മദാബാദ്. മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് അഹമ്മദാബാദിനെ വിളിക്കുന്നതിനുള്ള കാരണം ഇവിടെ വലിയ തോതിൽ ടെക്സ്റ്റൈൽ വ്യവസായം വികസിപ്പിച്ചിരിക്കുന്നു. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ നഗരം പോലെ തന്നെ കപ്പാസ് ടെക്സ്റ്റൈൽ മില്ലുകൾ കൂടുതലായതിനാലാണ് ഈ പേര് ലഭിച്ചത്. അതുപോലെ തന്നെ വലിയ തോതിലുള്ള കോട്ടൺ മിൽസും ഇവിടെ ഉണ്ട്. ഒരിക്കലും മറന്നു പോകാത്ത രീതിയിൽ നമുക്കിതൊരു കോഡാക്കി ഓർമ്മിച്ച് വയ്ക്കാം. അഹമ്മദിൻ്റെ ബോസ് ഡേനി മഞ്ജു കൊടുത്തു. അഹമ്മദാബാദിൻ്റെ നിക്നെയിംസ് ബോസ്റ്റൺ ഓഫ് ഇന്ത്യ, ഡെനീം സിറ്റി ഓഫ് ഇന്ത്യ, മാഞ്ചസ്റ്റർ സിറ്റി ഓഫ് ഇന്ത്യ. ബാംഗ്ലൂരു അറിയപ്പെടുന്ന നിക്നെയിംസും എന്തുകൊണ്ട് അറിയപ്പെടുന്നുവെന്നും നമുക്കതൊരു കോഡും കൂടി നോക്കാം. ബാംഗ്ലൂരു അറിയപ്പെടുന്ന നിക്നെയിംസ് സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ, ഇലക്ട്രോണിക് സിറ്റി, പെൻഷനേഴ്സ് പാരഡൈസ്, സ്പേസ് സിറ്റി ഓഫ് ഇന്ത്യ. പെൻഷനേഴ്സ് പാരഡൈസ് എന്ന് വിളിക്കുന്നതിനുള്ള കാരണം മിതമായ കാലാവസ്ഥ, ശാന്തവും പച്ചപ്പുമുള്ള നഗരം, റിട്ടയർ ചെയ്തവർക്കുള്ള അനുയോജ്യമായ ആരോഗ്യ സൗകര്യങ്ങളും വിദ്യാഭ്യാസവും. ബാംഗ്ലൂരുവിനെ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നതിനുള്ള കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ IT ഹബ്ബ് അവിടെയാണ്. നിരവധി IT കമ്പനികൾ ഇവിടെ പ്രവർത്തിക്കുന്നു. ടെക്നോളജി, സ്റ്റാർട്ടപ്പ്, സോഫ്റ്റ്വെയർ വികസനം എന്നിവയുടെ പ്രധാന കേന്ദ്രം. സ്പേസ് സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതിനുള്ള കാരണം ഇന്ത്യയുടെ പ്രധാന ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നിവയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെയാണ്. നിരവധി സ്പേസ് റിസർച്ച് സെൻറ്റേഴ്സും അവിടെ പ്രവർത്തിക്കുന്നു. ISRO സാറ്റലൈറ്റ് സെൻറ്റർ, UR റാവോ സാറ്റലൈറ്റ് സെൻറ്റർ എന്നിവ. ഇലക്ട്രോണിക് സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതിനുള്ള കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് ആൻഡ് IT ഇൻഡസ്ട്രീസ് ഇവിടെയാണ്. പ്രശസ്തമായ ടെക്നോളജി ഹബ്ബായ ഇലക്ട്രോണിക് സിറ്റി ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഇനി കോഡ് നോക്കാം. ബാംഗ്ലൂരുവിലെ സിലിക്കൺ വാലിയിൽ നിന്ന് പെൻഷനേഴ്സ് സ്പേസിൽ പോയി, കൂടെ ഇലക്ട്രോണിക്കും പോയി. ബാംഗ്ലൂരുവിൻ്റെ നിക്നെയിംസ് സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ, പെൻഷനേഴ്സ് പാരഡൈസ്, സ്പേസ് സിറ്റി ഓഫ് ഇന്ത്യ, ഇലക്ട്രോണിക് സിറ്റി ഓഫ് ഇന്ത്യ.